ഗായ്സ് അങ്ങനെ അവളും പോയി. രാവിലെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും പുള്ളിക്കാരി പോയി, എൻ്റെ കൈ വിട്ടുപോയി. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അതിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല. എന്ത് ചെയ്യാൻ, ഇതിപ്പോൾ രണ്ടാമത്തെ പൂച്ചക്കുട്ടിയാണ് എനിക്കിങ്ങനെ കിട്ടുന്നത്. ഞാൻ രാവിലെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവളെ മൂക്കിൽ നിന്ന് ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ചെവിയുന്നതിന് പുഴുവൊക്കെ കയറി. അപ്പോൾ അതിൻ്റെ ചെവിയിൽ പുഴു കയറിയതായിരിക്കും കാരണം മൂക്കിൽ നിന്നൊക്കെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പം ഇനി കുഴിച്ച് ഇടാം, അല്ലാതെ ഇനി വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. ഭയങ്കര സ്മെല്ല്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ചെവിയിൽ പുഴു ഉണ്ടായിരുന്നു, അതാണ് മരണ കാരണം. എൻ്റെ മൂക്കിൽ കൂടി ബ്ലഡ് വന്നു. സർജനല്ല, ഡോക്ടർ. അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു പറമ്പിൽ ഞങ്ങൾ നന്നായിട്ട് നോക്കണം. ഞാനാണ് കുഴിച്ചിട്ടത്. എനിക്കാണെങ്കിൽ 2 ദിവസത്തേക്ക് പിന്നെ ഇതിൻ്റെ പേരിൽ ഇനി ഉറക്കം ഉണ്ടാവില്ല. എപ്പോഴും ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ എന്ന് പറയണത്. എന്ത് സാധനം ഇതുപോലത്തെ എന്ത് ജീവിയെ കിട്ടിയാലും ശരി, ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നത്ര ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കാൻ ഞാൻ പലപ്പോഴും ഞാൻ നോക്കും. എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ നോക്കും. പക്ഷേ കുറേയൊക്കെ നമ്മളെ കൈവിട്ട് പോകും. അതിൽ ഒന്ന് മാത്രമാണിത്. എനിക്ക് ആലോചിക്കാനും കൂടി വയ്യ. കാരണം ഞാൻ കരഞ്ഞു പോകും അത്രയ്ക്ക്. രാവിലെ അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇമോഷണലായി. എൻ്റെ മുഖത്ത് ആ ഭാവമൊന്നും കാണൂല, എൻ്റെ ഫേസ് ഓൾറെഡി അങ്ങനെയാണ്. അതുകൊണ്ട് അപ്പം ഞങ്ങളത് അതിന് വേണ്ടിയിട്ട് കുഴിയെടുത്ത് ഞാൻ ഡയറക്റ്റായിട്ട് അതേപടി കുഴിയിലോട്ട് ഇടത്തില്ല. കാരണം അതും ഒരു ജീവനല്ലേ. മരിച്ചെങ്കിലും അതിന് അതിൻ്റേതായ ഒരു ആദരവ് നമ്മൾ കൊടുക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഒരു ഇലയിലോ മറ്റോ പൊതിഞ്ഞൊതുക്കിയാണ് ഞാൻ അതിനകത്ത് ഇട്ട് മൂടുന്നത്. അങ്ങനെ അവളുടെ അവസാനത്തെ സമയം എൻ്റെ കൂടെ ചിലവഴിച്ച് പോയി. ഒരിടത്ത് പുള്ളിക്കാരി മിണ്ടാതെ അടങ്ങി കിടക്കത്തേയില്ല. കൈ കിട്ടി കുളിപ്പിച്ചൊരു പുതപ്പിനകത്ത് ഞാൻ തുണിയിൽ പൊതിഞ്ഞ് വെച്ചപ്പോഴത്തേക്കും എണീറ്റ് എൻ്റെ കൈയിൻ്റെ ഇടയിൽ വന്ന് ഒതുങ്ങി, ചൂട് കിട്ടാൻ വേണ്ടി ഒതുങ്ങി ഇങ്ങനെ കിടക്കുകയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അവളെ ഒറ്റയ്ക്ക് കിടത്തുണ്ടായിരുന്നെന്ന്. ഇനി ഒറ്റയ്ക്ക് കിടത്തിയത് കൊണ്ടാണോ എനിക്ക് അതിനെ കെയർ ചെയ്യാൻ പറ്റാതെ എന്നെ വിട്ട് പോയതെന്നുള്ള ഒരു ഫീലിങ്സ് ആയിരുന്നു എനിക്ക്. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലത്തെ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു.